വി.എസ്. അച്യുതാനന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളിൽ നടപ്പാക്കിയ ശ്രീ ജോസഫ് സി മാത്യു എന്നോടൊപ്പം ഉണ്ട്. ഞാൻ പ്രത്യേകമായിട്ടൊരു ചോദ്യം ചോദിക്കേണ്ടതില്ല. ഇല്ല, വളരെ വലിയ നഷ്ടം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായും നഷ്ടമാണ്. പക്ഷേ പൊതുസമൂഹത്തിന് അത് നികത്താനായിട്ടൊരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ട് വേണ്ടി വരും എന്നാണ് എനിക്ക്. അത് ഒരു 3-4 വർഷമായിട്ട് മൗനിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറേയൊക്കെ അതിനോട് പൊരുത്തപ്പെട്ടതാണ്. പക്ഷേ ഒരു ഭൗതികമായിട്ടുള്ള ഒരു പ്രസൻസ് പോലും ഒരു വലിയ ഊർജ്ജമായിരുന്നു എന്നുള്ളത് ഇന്നലെ മുതൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം നാളെയുടെ രാഷ്ട്രീയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കേരളത്തെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കും എന്ന് നമുക്ക്. ഇപ്പോൾ ഈ 102ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോഴും CPM-ന്റെ നേതാവായിട്ടാണ് അദ്ദേഹം ഇവിടെ വാങ്ങുന്നത്. CPM എന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നൊരു തോന്നലുണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു ഘട്ടത്തിൽ. പിന്നെ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ വിമതത്വം അദ്ദേഹത്തിന് ആഭ്യന്തരമായിട്ട് പാർട്ടിക്കകത്തും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ശരിയെന്ന നിലക്ക് ആ കാലത്ത് അതിൻ്റെ പാർട്ടായിരുന്നു താങ്കൾ. അപ്പോൾ അദ്ദേഹം ഈ വലിയ തോതിൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കാലത്ത് എല്ലാ ദിവസവും എന്നോണം ഈ സംഘർഷമായിരുന്നല്ലോ, സംഘർഷഭരിതമായിരുന്നു. അപ്പോൾ ആ കാലത്ത് എങ്ങനെയാണ് അദ്ദേഹം കടന്നത്? എങ്ങനെയാണ് അത് എൻ്റെ എക്കാലത്തെ ഒരു കൗതുകം, അതെങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ അതിനെ കടന്നിട്ടുണ്ടാവുക എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് തന്നെ ഇച്ചിരി വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹത്തെ ഇക്വേറ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാൻ കഴിയില്ല. കാര്യം അദ്ദേഹം രൂപപ്പെട്ടു വന്ന സാഹചര്യം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ന് ആരെങ്കിലും കൊല്ലേണ്ടി വരുമോ അതോ കൊല്ലപ്പെടുമോ എന്നറിയാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഒരു പോരാട്ട ഭൂമിയിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ല ബോധ്യമാണ്. എനിക്ക് തോന്നുന്നു ആ എലിമെൻ്ററി പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢത, അദ്ദേഹം എല്ലാ വിഷയങ്ങളെയും അനലൈസ് ചെയ്യുന്ന അതിൽ നിന്ന് കെട്ടിപ്പൊക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിഷയത്തിൻ്റെ ശരിയും തെറ്റും സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു ഉറച്ച ബോധ്യമുണ്ട്. ഒരു വിഷയം എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വളരെ നല്ല കേൾവിക്കാരനായിരുന്നു. എതിരഭിപ്രായങ്ങളെ മണിക്കൂറുകളിരുന്ന് കേൾക്കും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ. അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ശേഷം അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് പിന്നെ അദ്ദേഹം അടിയുറച്ചതിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ ഉൾപാർട്ടി പോരാട്ടങ്ങളെക്കുറിച്ച് പറയില്ല, അതിൽ അദ്ദേഹത്തിനുള്ള വ്യത്യാസം അവിടെ ഒരു സംഘടനാപരമായൊരു ചട്ടക്കൂടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തുള്ള പോരാട്ടങ്ങളെക്കാൾ കുറച്ചുകൂടി ഒരു പരിമിതിയുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം അത് ഉള്ളിലാണേലും പുറത്താണേലും ആ അടിസ്ഥാന രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം പോരാടിക്കൊണ്ടേയിരിക്കും. ഇതിലിപ്പോൾ പിണറായി V.S. തർക്കമാണല്ലോ ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ ആകപ്പാടെ നിർണ്ണയിച്ചത് കേരളത്തിൽ. യഥാർത്ഥത്തിൽ പിണറായിയോട് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് പോരാടിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് അവർ തമ്മിൽ ശത്രുത തന്നെയായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ പിണറായി V.S. പോരാട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൾക്കാർ വിചാരിക്കും എൻ്റെ ഒരു ഹിപ്പോക്രസിയാണ്. ഞാൻ പറയാൻ വന്നത്, പിണറായിയെ സംബന്ധിച്ചിടത്തോളം V.S. എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കാലത്തും അത് ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ഇദ്ദേഹം വേറൊരു തലമുറയിൽ ഒരു 10-20 വർഷം മുതിർന്ന നേതാവെന്നുള്ള രീതിയിൽ ഇവരൊക്കെ പൊതുരംഗത്തേക്ക് വരുമ്പോൾ തന്നെ V.S. വളരെ ശക്തമായി ഉയർന്ന അഖിലേന്ത്യാ തലത്തിലുള്ളൊരു നേതാവായിരുന്നു. അപ്പോൾ ഈ പോരാട്ടങ്ങളെയൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെന്ന് പറയുന്നവർ അത് മറന്നു പോവുകയാണ്. V.S.ന് ഈ സ്ഥാനങ്ങൾ സംരക്ഷിക്കാനായിരുന്നെങ്കിൽ ഇതുമായി സമരസപ്പെട്ടാൽ മാത്രം മതിയായിരുന്നു, പോരാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ V.S.ന് ഈ സ്ഥാനങ്ങൾക്കപ്പുറത്ത് V.S.ന് ഈ പോരാട്ടം ഇല്ലെങ്കിൽ പിന്നെ V.S. ഇല്ല. അപ്പോൾ V.S. അങ്ങനെയാണ് പോരാടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തികൾ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം സനീഷ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടില്ല, എനിക്ക് വന്നുപോയി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തോട് V.S. ഈ ഒരു അടി കിട്ടിയാൽ തിരിച്ചൊരടി അടിക്കുന്ന ഒരു പ്രകൃതി ഉള്ളിക്കും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മൾ നേരത്തെ ഉള്ളൊരു കാര്യത്തിന് വേണമെങ്കിൽ ഒരു മറുപടി പറഞ്ഞു പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ V.S. പറഞ്ഞത് ഈ സമയത്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്തേണ്ട, നെല്ലിയാമ്പതി വിഷയത്തിൽ എന്തുകൊണ്ടോ ഗണേഷ് എടുക്കുന്നത് വളരെ പുരോഗമനപരമായ ഒരു പൊസിഷനാണ്, അതുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്തേണ്ട എന്നാണ്. അപ്പോൾ V.S.ന്റെ മുന്നിലുള്ളത് ഗണേഷ് കുമാർ അല്ല, വ്യക്തിപരമായിട്ടല്ല, V.S.ന്റെ മുന്നിൽ അപ്പോഴുള്ളത് നെല്ലിയാമ്പതി വിഷയമാണ്, പൊളിറ്റിക്സ് ആണ്. അത് എല്ലാ വിഷയങ്ങളിലും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു 25 വർഷം
ദൈനംദിനം ഇടപെടുമ്പോൾ നമ്മൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് നമ്മളങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയല്ല, എൻ്റെ പരിമിതിക്ക് അനുസരിച്ച് എനിക്ക് രൂപപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അവിടെ അടുത്ത് നിൽക്കുന്നവരിലോട്ട് പോലും പകരുന്ന ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനുള്ള ഒരു പൂർണ്ണമായും പൊളിറ്റിക്കൽ ബീയിങ് ആയിരുന്നു. ഈ ദേശീയ തലത്തിൽ BJP പൊളിറ്റിക്സ് വന്നപ്പോൾ താങ്കളോട് പറഞ്ഞൊരു കാര്യം താങ്കൾ എന്നോട് കഴിഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞങ്ങളുടെ തലമുറ കൊണ്ടതിനേക്കാൾ കൂടുതൽ തല്ല് നിങ്ങൾക്ക് കൊള്ളേണ്ടി വരുമെന്ന് അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് RMB ഒരു പ്രാദേശിക വിഷയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിലുള്ള എൻ്റെ ഒരു പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയും ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അത് VS-നോടുള്ള പ്രതിഷേധമാണെന്ന് ഞാൻ പറയുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ VS എന്നോട് പറഞ്ഞത് മോദി ആരാണെന്ന് ജോസഫിന് മനസ്സിലായിട്ടില്ല അന്ന് പറയണം 2000. അപ്പോൾ ഈ നിങ്ങളുടെ തലമുറ ഒരുപാട് തല്ലുകൊള്ളേണ്ടി വരും. എന്നിട്ട് പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ജോസഫൊക്കെ നല്ല ഭേഷ മേടിച്ച് കെട്ടും എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു TP ചന്ദ്രശേഖരൻ്റെ മരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു വലിയ വിഷയമാണെങ്കിലും ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള വിഷയം വരുമ്പോൾ അതൊരു പ്രാദേശിക വിഷയമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് അദ്ദേഹം അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഞാനതിനെ മനസ്സിലാക്കിയത്. അപ്പോഴും നമ്മൾ കലഹിച്ച് നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ തിരിഞ്ഞ് പല കാര്യങ്ങളും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പൊസിഷനുകളിലും അദ്ദേഹത്തിന് ആ ഒരു വേർതിരിവുണ്ട്. നെയ്യാറ്റിൻകര ഇലക്ഷനെയും ഇന്ത്യയുടെ ഇലക്ഷനെയും വേറിട്ട് കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മനസ്സിലായോ? ഒരുപക്ഷെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൽ അന്ന് ജയിക്കേണ്ടെന്ന് അദ്ദേഹം ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും അന്ന് രാവിലെ അവിടെ പോയത്. ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധം പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ മറ്റ് പലരും ജീവിച്ചിരിക്കാൻ അത് ആവശ്യമാണെന്ന് പുള്ളിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. എനിക്കത് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഞാൻ ഓർക്കുന്ന VS അച്യുതാനന്ദൻ മലപ്പുറം സമ്മേളനം കഴിഞ്ഞിട്ട് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗം നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന ഞാൻ മുകളിൽ ക്യാമറ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് 1964 പാർട്ടി വളർന്നുണ്ടായത് വെച്ച് അവിടെ വെച്ച് അദ്ദേഹം നിർത്തി പ്രസംഗം, എന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം, ആ കാലത്തും ഇപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് ഈ സമ്മർദ്ദങ്ങളെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം കടന്നിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് മനസ്സിൽ വലിയ മനപ്രയാസം തോന്നിയ കാലം ഉണ്ടാവില്ലേ? ഒരുപാട് കാലമുണ്ട് പാർട്ടിയിൽ നിന്ന് ആ ബുദ്ധിമുട്ടൊക്കെ ആ കാലത്തുണ്ടായപ്പോൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഷയത്തിലുള്ള പോരാട്ടമല്ല, അദ്ദേഹത്തിൻ്റെ പോരാട്ടം നിരന്തരമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് സഹായകരമായിട്ട് ഓരോ വിഷയങ്ങളിലും അദ്ദേഹം ഒരു പൊസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മലപ്പുറം സമ്മേളനത്തിൻ്റെ കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും ധരിച്ചത് അദ്ദേഹത്തിന് പരാജയപ്പെട്ടു എന്ന് മനസ്സിലായില്ല എന്നാണ് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഫോണിൽ വിജയമാഷെ വിളിച്ചിട്ട് പറയുകയാണ് പോരാട്ടം അവസാനിച്ചിട്ടില്ല, പോരാട്ടം തുടരും. താങ്കളപ്പോൾ വണ്ടിയിലുണ്ട്? ഫോൺ ഇല്ലില്ല, ഞാൻ വണ്ടിയിലില്ല. ഞാൻ കേട്ടോ മനസ്സിലായി. അത് ഫോൺ പോലും കട്ട് ചെയ്യാതെ അദ്ദേഹം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോഴാണ് ഈ കൂടെ ഉള്ളവർക്ക് ഇത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ പോരാട്ടത്തിൽ അവിടെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. പക്ഷേ ഹീ ലീവ്സ് ടു ഫൈറ്റ് അനദർ ഡേ. മനസ്സിലായോ? അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു 2020 മത്സരമല്ല. അദ്ദേഹം ഒരു നിരന്തരമായിട്ടുള്ള പോരാളിയാണ്. അദ്ദേഹം ഒരു വിഷയം കഴിഞ്ഞപ്പോൾ ADB വായ്പയുടെ വിഷയത്തിൽ അദ്ദേഹം ക്യാബിനറ്റ് വരെ ഫൈറ്റ് ചെയ്യുന്നു, PB പറഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്നു, അതിൽ ശാസന ഏറ്റുവാങ്ങുന്നു. അപ്പോൾ പുള്ളി VS സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ പലരും ഉണ്ട്. പക്ഷേ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ അതേ പോരാട്ടം തന്നെയാണ് അദ്ദേഹം അടുത്ത വിഷയത്തിലും തുടരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ADB വിഷയം, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹം അടുത്ത വിഷയത്തിൽ തുടരുകയാണ്. മനസ്സിലായി? അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. ശരി, കൂടുതൽ സംസാരിക്കാനാണ് ഒരുപാടുണ്ട്.